ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ബീൻസ് തോരൻ, സിമ്പിളായിട്ട് ഒരു ബീൻസ് തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇത് ബാച്ചിലേഴ്സിനൊക്കെ വളരെയധികം ഉപകാരപ്പെടും ഈ ഒരു സിമ്പിളായിട്ടുള്ള ബീൻസ് തോരൻ. അപ്പോൾ ഇതിനായിട്ട് ആദ്യം പാന് വെച്ചു, പിന്നെ അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തു, കടുകിട്ടു. പിന്നെ ഇതുപോലെ ചെറുതായിട്ട് ബീൻസ് അരിഞ്ഞെടുക്കാം. ബീൻസിൻ്റെ നാരൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. 4-5 കാന്താരി 2 മുറിച്ചത് ഇട്ടിട്ടുണ്ടായിരുന്നു എരിവിന് വേണ്ടി. നമ്മൾ വേറെ എരിവിന് വേറെ ഒന്നും ചേർക്കുന്നില്ല തോരന്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഉപ്പൂടെ ഇട്ട് കൊടുക്കുവാണ്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ചെറിയ തീയിൽ നമ്മൾ വേവിച്ചെടുക്കണം. ബീൻസ് തോരന് വേറെ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ബീൻസിൽ നിന്ന് തന്നെ ഒരു വെള്ളം ഉറി വരും. നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് അത് ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് വെള്ളം ഇറങ്ങി ആവി കയറി വേവും. അപ്പം നമ്മൾ ബീൻസ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് തേങ്ങ മാത്രം. വേറെ അരച്ചൊന്നും ചേർക്കണ്ട. നമുക്ക് തേങ്ങ, തിരുവി വെച്ച തേങ്ങ കുറച്ച് അതിങ്ങനെ പൊത്തി വെക്കുക. ഇനി ഇതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ആവി കയറണം. തേങ്ങ ഒന്ന് വാടി വരണം. ആവി കയറി തേങ്ങ വാടി വരണം. ഒന്ന് അടച്ചു വെച്ചിട്ട് ആവി കയറുമ്പോഴത്തേക്ക് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മളെ ബീൻസ് തോരന് നമ്മുടെ തേങ്ങ നമ്മൾ നേരത്തെ വെച്ചിരുന്ന തേങ്ങയിൽ ആവി നല്ലപോലെ കയറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. തേങ്ങ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നല്ലപോലെ ഇളക്കി കൊടുക്കണം. എരിവൊന്നും ഇനി ആവശ്യമില്ല, കാരണം കാന്താരി ഒരു 4-5 കാന്താരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ കാന്താരിയുടെ എരിവ് നല്ല എരിവുണ്ട്. പിന്നെ ഇതിൽ തേങ്ങ ചേർത്തിട്ടുണ്ട്, ഉപ്പ് ആവശ്യത്തിന് നേരത്തെ ചേർത്തു. അപ്പോൾ നമ്മുടെ ബീൻസ് തോര റെഡി ആയിട്ടുണ്ട്. എല്ലാം നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ട്.